പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം തിരുലിഖിതം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ മണിക്കൂറുകളെ അവിടുത്തെ ആത്മാവിനെ നിവേശിപ്പിച്ച് അത്ഭുത അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളാക്കണമേ. യെശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 15-ാം തിരുലിഖിതം. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ഓ മഹത്വത്തിൻ്റെ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ആധിപത്യ ശക്തികൾ അങ്ങയുടെ അത്ഭുത മഹത്വത്താൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗമോടുകയും വേണ്ട. നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളുടെ പിൻകാവൽക്കാരനായിരിക്കും. ഓ കർത്താവേ, കാവലായി കൂടെയുള്ള കർത്താവേ, ഈ വചനം കേൾക്കാൻ വേണ്ടി ഉണർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കാവലായിരിക്കണമേ. അനാഥത്വത്തിൻ്റെ, ആരുമില്ലായ്മയുടെ, എന്നെ നോക്കാൻ ആരുമില്ലെന്ന് വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തെ പീഡിപ്പിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സൈന്യങ്ങളെയും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളെയും ഇപ്പോൾ അവിടുത്തെ കൽപ്പന അയച്ച് അവിടുന്ന് ഛിന്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 80-ാം അധ്യായം 15-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലതുകരം നട്ടുപിടിപ്പിച്ച ഈ മുന്തിരിവള്ളിയെ ഓർക്കണമേ. ഓ ദൈവമേ, നിസ്സാരര്, ക്ഷീണിതര്, ഒന്നുമല്ലാത്തവർ, ഓരോരോ തരത്തിലുള്ള വേദനയിൽ കണ്ണുനീരിൽ മുങ്ങിക്കിടക്കുന്നവർ എല്ലാവരെയും അവിടെ നിന്ന് ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗമുള്ളവർ, പലതരത്തിലുള്ള തടസ്സങ്ങളാൽ തകർന്ന കുടുംബങ്ങൾ, കണ്ണുനീരിൽ രോഗത്തിൻ്റെ വേദനയാൽ കുതിർന്ന ജീവിതങ്ങൾ, സാമ്പത്തികമായി തകർന്ന ജീവിതങ്ങൾ, കുടുംബ വഴക്ക് നിമിത്തം വിഷമിക്കുന്ന കുടുംബങ്ങൾ, മനോവിഷമത്തോടെ എല്ലാവരെയും ഓർക്കണമേ കർത്താവേ. ഇപ്പോൾ ഓർക്കണമേ കർത്താവേ. അങ്ങയുടെ വലത്തുകരം നട്ട ഈ മുന്തിരിവള്ളിയെ ഓർക്കണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന പുസ്തകം 74-ാം അധ്യായം 15-ാം തിരുലിഖിതം. അവിടുന്ന്
ഉറവകളെയും നീർച്ചാലുകളെയും തുറന്നു വിട്ടു. ഓ ദൈവമേ, നിത്യജീവന്റെ നീർച്ചാലുകൾ ഇപ്പോൾ ഒഴുക്കണമേ. നിത്യജീവന്റെ നീർച്ചാലുകൾ ഒഴുക്കണമേ. ഉറവകൾ തുറന്നു വിടണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഈ മണിക്കൂറുകളിൽ അവിടുന്ന് തെരഞ്ഞെടുത്ത കുടുംബങ്ങൾ, അവിടുന്ന് തെരഞ്ഞെടുത്ത ജനപദങ്ങൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ജീവിതങ്ങൾ, ബാലികാബാലന്മാർ, യുവതി യുവാക്കന്മാർ, കുട്ടികൾ, സകലരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഓ കർത്താവേ, ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന ഗർഭിണികളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നു. ഗർഭസ്ഥ ശിശുക്കൾ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, തകർന്ന കുടുംബങ്ങൾ വിടുതലിന്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2009 നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വലിയ വേദന പങ്കുവെക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ വേദനയുണ്ട്. സാമ്പത്തിക തകർച്ച. ഈ ഒരു വിഷയത്തെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ ന്യായം വിധിച്ചുകൊണ്ട് വെളിപ്പെടുത്തി. ഈ ലോകം ദൈവസന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തു. ദൈവത്തിനെ മാറ്റി ദൈവത്തിന്റെ സ്ഥാനത്ത് സമ്പത്തിനെ നിർത്തി സമ്പത്തിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്നു. ഇത് തെറ്റ്. ലോകം ചെയ്ത തെറ്റിൽ ഒന്നാം സ്ഥാനത്ത് തെറ്റാണ്. ദൈവത്തിന് പകരം സമ്പത്തിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ കാരണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നൊരു മനുഷ്യന്റെ അധ്വാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സകല സമൂഹത്തിന്റെ സ്ഥിതിയാണ് പറയണത്. സ്വജാതിയനും വിജാതിയനും സകല സമൂഹത്തിന്റെ സ്ഥിതിയാണെന്ന് പറയണത്. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട മൂല്യമാണ് പണം. ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിന്റെ ബഹുമതികൾ, ലോകത്തിലെ പൊസിഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന വിപരീതമായൊരു നടപ്പാണത്. കാരണം ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൈവിക സത്യമുണ്ട്. ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും സകല ദൈവമക്കളെയും ദൈവം സൃഷ്ടിച്ച് ജീവനും ജീവിതവും നൽകി, ദിനരാത്രങ്ങൾ നൽകി, കാലങ്ങളും സമയങ്ങളും നൽകിയിരിക്കുന്നത് കുറെ സമ്പത്ത് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി മാത്രമല്ല. പിന്നെ എന്തിനു വേണ്ടി? ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 33-34 തിരുലിഖിതങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവീൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ ശേഖരിച്ചു കൂട്ടുവീൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. സാമ്പത്തികമാന്തി ഇല്ലാത്തൊരു സ്ഥലത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. കള്ളന്മാർ കടന്നു വരാത്തൊരു സ്ഥലത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. ചിതൽ തുറന്ന് മോഷ്ടിക്കാത്ത, തുറന്ന് നശിപ്പിക്കാത്ത സ്ഥലത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ലൂക്ക 12:33. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കണം, ഒടുങ്ങാത്ത നിക്ഷേപം, വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്വർഗത്തിൽ വെക്കണം. എന്തിനു വേണ്ടി? പ്രിയപ്പെട്ട മകനെ, മകളെ, എന്റെയും നിങ്ങളുടെയും അടിസ്ഥാന രാജ്യം ഈ ലോകമല്ല. ഈ ലോകത്തിന് വേണ്ടി അല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകമല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം സ്വർഗമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. We are the citizens of heavenly kingdom. Hallelujah. സ്വർഗ രാജ്യത്തിന്റെ പൗരന്മാരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ യുഗായുഗങ്ങളോളം പിതാവിന്റെ മുഖം കണ്ട് പിതാവിനോടുകൂടെ സൂര്യനെ പോലെ പ്രശോഭിച്ച് വാഴുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനും നിങ്ങളും സ്വർഗത്തിൽ യുഗായുഗങ്ങളോളം വസിക്കുവാൻ ആവശ്യമായ സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് കരുതി കൂട്ടണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു വ്യക്തമായി ദൈവമക്കളിൽ നിന്ന് നിർദ്ദേശം എങ്ങനെയാണ്? ഒരു വ്യക്തി
ഈ ഭൂമിയിൽ വെച്ച് സമ്പാദിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങൾക്കനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ വിലയുള്ളത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയുള്ള വിലയല്ല സ്വർഗത്തിലുള്ളത്. ഓരോരുത്തരുടെയും സ്വർഗീയ നിക്ഷേപത്തിന് അനുസരിച്ചുള്ള വിലയാണ് സ്വർഗത്തിൽ ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ധാരാളം സമ്പാദിച്ചു കൂട്ടുന്നവൻ, സ്വർഗത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ധാരാളം ശേഖരിച്ചു കൂട്ടുന്നവരെ ദൈവം ഒരുപാട് അംഗീകരിക്കുന്നുണ്ട്. അതാണ് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ സ്ഥിതി എന്താണ്? ഇന്ന് മനുഷ്യന്മാർ എന്തിനു വേണ്ടിയാണ് ഈ കടന്ന് കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ് നേരം വെളുക്കുമ്പോൾ രാത്രിയാകുന്നത് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത്? സമ്പത്ത് ശേഖരിച്ച് കൂട്ടാൻ തന്നെ, സമ്പത്തിന് വേണ്ടി തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ ചതിയാണ്. ഇതൊരു വലിയ ചതിയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ഈ ഭൂമുഖത്ത് ക്രമീകരിച്ചിരിക്കുന്നത് സമ്പത്ത് കൊണ്ട് സംതൃപ്തമാകുന്ന വിധത്തിലല്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങൾ ഇന്ന് ഒരുപാട് ശേഖരിച്ചു കൂട്ടിയാൽ, ഞാൻ നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി, എന്ത് പ്രയോജനം? ഇത് നാളെ ആരനുഭവിക്കുമെന്ന് ആർക്കറിയാം? പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സംഭവം നിങ്ങളോട് ഞാൻ പറയാം. ഒരു ദിവസം അച്ഛൻ യമൻ എന്ന രാജ്യത്ത് ഏഡൻ പട്ടണത്തിൽ സുവിശേഷ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടണത്തിൽ സുവിശേഷ ശുശ്രൂഷകളുടെ മധ്യേ ഒരു ദിവസം ആ പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതാ വലിയ വിശാലമായ ഒരു വലിയ കെട്ടിടത്തിൻ്റെ അടിസ്ഥാന പണികളെല്ലാം തീർന്ന് പില്ലറുകളെല്ലാം അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. വർഷങ്ങളായി പണി മുടങ്ങി മുരടിച്ച് കിടക്കുന്ന അസ്ഥിപഞ്ചരം പോലെ നിൽക്കുന്ന ഒരു കെട്ടിടം. പ്രിയപ്പെട്ട ദൈവമക്കൾ, അതിനെക്കുറിച്ച് അച്ഛൻ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ പണി തുടങ്ങിയ കെട്ടിടമാണിത്. വലിയ സമ്പന്നനും കുബേരനുമായ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പട്ടണത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാകണം. അതിനുവേണ്ടി അദ്ദേഹം വിശാലമായ അടിസ്ഥാനമിട്ട് അതിൻ്റെ പണി ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ആ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ പെട്ടെന്ന് അദ്ദേഹത്തെ കാണുവാനില്ല. അദ്ദേഹത്തിൻ്റെ ലോക്കറിലുള്ള ധനങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിക്ഷേപങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലോക്കറിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. ഈ ധനാഢ്യൻ ലോക്കറിനുള്ളിൽപ്പെട്ടു. മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പാടില്ല ഇദ്ദേഹം എവിടെ പോയെന്ന്. ദിവസങ്ങൾക്ക് ശേഷം മരിച്ച് ശവശരീരം ചീഞ്ഞു നാറിയപ്പോഴാണ് ഇങ്ങനെ ഇതിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നത് തിരിച്ചറിവുണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ആ കെട്ടിടത്തിൻ്റെ പണി അങ്ങനെ നിലച്ച് കിടക്കുക. ഇന്ന് വരെ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ സംഭവം കേട്ട പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് അയാൾ സമ്പാദിച്ചു കൂട്ടി, ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അയാൾ. പക്ഷെ ക്ഷണനേരം കൊണ്ട് എല്ലാം കൈവിട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം രാപകലിൽ ചത്ത് പണിയെടുത്തില്ല, ശേഖരിച്ചു കൂട്ടിയത് എന്ത് പ്രയോജനം? ബാറൂക്കിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15, 16, 17 തിരുലിഖിതങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു. എത്ര കിട്ടിയാലും മതി വരാത്ത സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിലറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിപതിച്ചു. അവരുടെ സ്ഥാനത്ത് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അവരും അറിവിലേക്കുള്ള മാർഗം പഠിച്ചില്ലല്ലോ. സത്യമല്ലേ ഇത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ നമുക്ക് മുമ്പേ ഈ ലോകത്തിലൂടെ, ഈ ഭൂമിയുടെ മിരുമാറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കാരത്തോടെ കുംഭകുലുക്കി നടന്ന ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നില്ലേ? അവരൊക്കെ ഇപ്പോൾ എവിടെ? പൂഴിയായി പോയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ പറ്റാതെ പോലെ ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ജീവിതം. ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഈ ഭൂമിയിലെ ജീവിതമല്ല നമ്മുടെ നിത്യമായ ജീവിതം. ഈ ഭൂമി അല്ല നമ്മുടെ നിത്യമായ രാജ്യം. നമുക്കൊരു രാജ്യമുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്. അത് നിത്യതയുടെ തീരത്ത് സ്വർഗത്തിലാണ്. അതിനെ ഓർത്ത് ജീവിക്കാനും ആ സ്വർഗ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ നിക്ഷേപങ്ങൾ സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്
നമ്മുടെ ദൈവം നമുക്കായി ഇവിടെ ദിവസങ്ങളും കാലങ്ങളും സമയങ്ങളും മണിക്കൂറുകളും തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ അതുകൊണ്ട് ദൈവം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 30-31 തിരുലിഖിതങ്ങൾ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഭദ്രം ഭദ്രം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെടുന്നത്. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. അച്ഛനൊരു രാജ്യത്ത് സുവിശേഷ വിലയ്ക്കോട്ട് പോയപ്പോൾ ഒരു അപ്പനും അമ്മയും വന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പാ അമ്മേ എന്താ നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. പെൺകുട്ടി പഠിച്ച് ജോലി കയറി, അവൾ നല്ല സ്ഥിതിയിലാണ്. എൻ്റെ മകനും പഠിച്ചു, അവൻ പൈലറ്റ് ആകണമെന്ന് നടന്ന് ചെറുപ്പത്തുള്ള അവൻ്റെ ആഗ്രഹം. അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നാണ് പഠിച്ചത്, പട്ടിണി കിടന്നാണ് വളർന്നത്. എന്നാലും പൈലറ്റ് ആകാൻ വേണ്ടി എല്ലാ പണവും മുടക്കി പഠിപ്പിച്ച് പൈലറ്റാക്കി. അങ്ങനെ പൈലറ്റായി അവൻ വീട്ടിൽ വന്നു. അവൻ പറഞ്ഞു, ഇനി ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി രാപകലുകൾ ഒരുപാട് അധ്വാനിച്ച്, ഇനി നിങ്ങൾ വിശ്രമിക്കുക. ഞങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളൊരു നല്ല വീട് വാങ്ങി സുഖമായി ഇവിടെ താമസിക്കുക. ഇനി നിങ്ങൾ കഷ്ടപ്പെടണ്ട. നമ്മുടെ കഷ്ടപ്പാടുകളുടെ കാലം തീർന്നു. അങ്ങനെ അവരുടെ സ്വപ്നങ്ങളെല്ലാം അവർ പങ്കുവെച്ച്. എന്തിന് പറയണം, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ വിമാനം പറപ്പിക്കുന്ന പൈലറ്റ് വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. പ്ലെയിൻ ക്രാഷ് വന്ന് ആ വിമാനം തകർന്നു വീണു. ആ പൈലറ്റ് ആ പ്ലെയിൻ ക്രാഷിനോടനുബന്ധിച്ച് മരണമടഞ്ഞു. വലിയ സങ്കടമായി. ഈ വാർത്ത കേട്ടപ്പോൾ അപ്പനും അമ്മയും പൊട്ടിക്കരയാണ്. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു കിടിലമുണ്ടായി. കാരണം ഈ യുവാവ് ചെറുപ്പം തൊട്ട് പട്ടിണി കിടന്നു, ചെറുപ്പം തൊട്ട് രാത്രിയും പകലും അധ്വാനിച്ച്, ചെറുപ്പം തൊട്ട് ഒരുപാട് പണം മുടക്കി, പൈലറ്റ് ആകണമെന്ന് ഒറ്റ ആഗ്രഹത്തിനെ പ്രതി ഒരുപാട് പണം മുടക്കി, ഒരുപാട് അധ്വാനിച്ച്, ഒരുപാട് പട്ടിണി കിടന്ന്, ഒരുപാട് ചത്തു പണിയെടുത്ത് അങ്ങനെ എത്തിയതാണ്. പക്ഷേ എല്ലാം ക്ഷണനേരം കൊണ്ട് പൊലിഞ്ഞു പോയി. എല്ലാം ക്ഷണനേരം കൊണ്ട് പൊലിഞ്ഞു പോയി. അതാണ് കൊറിന്ത്യ ലേഖനത്തിൽ 7-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വസിക്കരുത്, ആശ്രയിക്കരുത്. ഇതല്ല നമ്മുടെ നിത്യമായ രാജ്യം, ഇവിടെയല്ല നമ്മുടെ നിക്ഷേപം, ഇവിടെയല്ല നമ്മുടെ സമ്പത്ത് നാം ശേഖരിച്ചു വെക്കേണ്ടത്. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആശ്രയിക്കാൻ പറ്റാത്ത രാജ്യമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത നിക്ഷേപങ്ങളാണ് ഇവിടുത്തെ നിക്ഷേപങ്ങൾ. അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് ചിന്തിച്ചൊരു വിഷയമുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ ആത്മാവിന് വേണ്ടി എന്ത് നേടിയിട്ടുണ്ടാകും? ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. ആത്മാവിന് വേണ്ടി ശേഖരിക്കാൻ, ആത്മാവിന് വേണ്ടി സമ്പാദിക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കാൻ ഇനി നമുക്ക് സമയം കിട്ടുമല്ലോ. ഇപ്പം എങ്ങനെയെങ്കിലും ജോലി നേടി, ഇച്ചിരി പണം നേടി, ഒരു വീടുണ്ടാക്കി അപ്പനും അമ്മേനൊക്കെ ഒരു സമാധാനം കൊടുക്കണം, കല്യാണം നടത്തണം. ഇങ്ങനെ ലോകത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ രാപകലുകൾ അധ്വാനിച്ച ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരുപാട് അധ്വാനിക്കുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് വേല ചെയ്യുന്നു, ഒരുപാട് സമ്പത്ത് മുടക്കുന്നു. ഇതെല്ലാം ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയോ നിത്യരാജ്യത്തിലെ ജീവിതത്തിന് വേണ്ടിയോ? എവിടെയാണ് നമ്മുടെ സമ്പാദ്യം? എവിടെയാണ് നമ്മുടെ ആശ്രയം? എവിടെയാണ് നമ്മുടെ ഹൃദയം നമ്മൾ വെക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന അതിശക്തമായ പ്രബോധനം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. സമ്പത്ത് കൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, ഈ ലോകത്തിലെ ജോലി കൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, ഈ ലോകത്ത് വലിയ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, ഈ ലോകത്തിലെ കൊട്ടാരമുള്ള വീട് വെക്കുന്നതുകൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, ഈ ലോകത്തിൽ കള്ളപ്പലിശയും കൊള്ളപ്പലിശയും തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും ചതിയും വഞ്ചനയും കാണിച്ച് കുറെ വെട്ടിക്കൂട്ടുന്നതുകൊണ്ടല്ല ഒരു വ്യക്തിയുടെ വില ദൈവസന്നിധി വർദ്ധിക്കുന്നതും ദൈവം അംഗീകരിക്കുന്നതും. ആരെയാണ് ദൈവം അംഗീകരിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടുന്നവരെ കർത്താവ് അംഗീകരിക്കുന്നു. അതാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. തനിക്ക് സ്വന്തമായുള്ളവരെ കർത്താവ് അംഗീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, കർത്താവ് സമയം തന്നു, കർത്താവ് ബുദ്ധി തന്നു, കർത്താവ് ആരോഗ്യം തന്നു, കർത്താവ് ജോലി തന്നു, കർത്താവ് കഴിവുകൾ തന്നു, കർത്താവ് സാഹചര്യങ്ങൾ തന്നു. നിന്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി നീ എന്ത് നേടി? നിന്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി നീ എന്ത് നേടി? നീ സ്വർഗത്തിൽ യുഗായുഗങ്ങളോളം ജീവിക്കാൻ വേണ്ടി നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്ത് കരുതി വെച്ചിട്ടുണ്ട്? സഭാപ്രസംഗന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: പ്രാണനെ പിടിച്ചു നിർത്താനോ സമയം നിശ്ചയിക്കാനോ ആർക്കും കഴിയുകയില്ല. പ്രാണനെ പിടിച്ചു നിർത്താനോ തൻ്റെ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും കഴിയുകയില്ല. ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് കഴിഞ്ഞിട്ട് സ്വർഗത്തിന് വേണ്ടി നേടാം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കിയെടുക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു: വൃക്ഷം തെക്കോട്ട് വീണാലും വടക്കോട്ട് വീണാലും വീണെടുത്ത് തന്നെ കിടക്കും. വൃക്ഷം തെക്കോട്ട് വീണാലും വടക്കോട്ട് വീണാലും വീണെടുത്ത് തന്നെ കിടക്കും. എന്താ ഇതിന്റെ പൊരുൾ? പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരുന്നു. നടക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുക. അധ്വാനിക്കാനും ശേഖരിക്കാനും ദൈവസന്നിധിയിൽ സമ്പത്ത് ആത്മാവിന് വേണ്ടി ശേഖരിച്ചു കൂട്ടാനും കഴിവും സാധ്യതയുള്ള സമയത്ത് മക്കളെ അത് പാഴാക്കി കളയരുത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ സിപ്രിയാൻ പ്രകാരമാണ് പഠിപ്പിക്കുന്നത്: മരണത്തിന് ശേഷം ആർക്കും പ്രാശ്ചിത്തമോ പരിഹാരമോ അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. വിശുദ്ധ അഗസ്തീനോസ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് നാം എല്ലാവരും യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കുന്നത്. ഇവിടെ വെച്ച് കൈവശപ്പെടുത്താൻ ഗവനിക്കാതിരിക്കുന്നത് മരണശേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, തിരിച്ചറിവോടെ ഈ ഭൂമുഖത്ത് കിട്ടുന്ന മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും പ്രയോജനപ്പെടുത്തി നിത്യതയിലേക്ക് പണസഞ്ചികൾ കരുതി വെക്കുവാൻ, സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ച് വിവേകികളെ പോലെ ആയിരിക്കാൻ ഈ എളിയ ദാസിദാസന്മാരോട് കരുണ തോന്നണമേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൽ 11, 12, 13 ലിഖിതങ്ങൾ: എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ അടുത്തായിരുന്നപ്പോൾ എന്ന പോലെ തന്നെ അകലെയായിരിക്കുന്ന ഈ സമയത്തും അത്യധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവീൻ. ഓ ദൈവമേ, അനുഗ്രഹിക്കണമേ. തകർന്ന ആത്മാക്കളെ സ്പർശിക്കണം. സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ലാതെ നടക്കുന്നവരെ അവിടുന്ന് സ്പർശിക്കണമേ. വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം ആത്മാക്കളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഓ കർത്താവേ, ഇവരെ സ്വർഗത്തിലെത്താൻ തടസ്സപ്പെടുത്തി പീഡിപ്പിച്ചോടും ദുഷ്ടാത്മ പീഡകളെ യേശുവിന്റെ ഉന്നത നാമത്തിൽ ബന്ധിച്ചു കെട്ടി ആട്ടിപ്പായിക്കുന്നു വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സ്വർഗം തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു കുടുംബമാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടെ ഒരു നന്ദി അറിയിക്കുകയാണ്. ആദ്യമൊക്കെ അഭിഷേകാഗ്നി പ്രോഗ്രാം അത്ര താല്പര്യത്തോടും സന്തോഷത്തോടും കൂടെ അല്ല ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. 1-2 ആഴ്ച അടുപ്പിച്ച് ആത്മീയ ശുശ്രൂഷയെ പങ്കെടുത്തപ്പോൾ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു. സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹമുണ്ടായി. എൻ്റെ ഒരു ചേച്ചി വിവാഹിതയായി 15 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് ഇതുവരെയും സ്വന്തമായി വീടും ഇല്ലായിരുന്നു. ഈ 2 നിയോഗങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. തുടർച്ചയായിട്ടല്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞായറാഴ്ചകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമെന്നോണം ഞങ്ങൾ പ്രാർത്ഥിച്ച് 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ ചേട്ടൻ വീട് വെക്കാനുള്ള പ്ലാനിട്ട് പണികൾ ആരംഭിച്ചു. ആ പണി വേഗം കഴിയണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പണി അത്ഭുതകരമായി പൂർത്തിയായി. വികാരിയച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യമായിട്ടാണ് കല്ലിടിയിലും വെഞ്ചിരിപ്പും ഞാൻ തന്നെ ചെയ്യുന്ന അത്ര വേഗത്തിൽ ഒരു വീട് പണി പൂർത്തിയാകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയും അത്ഭുതകരമായി കർത്താവ് എൻ്റെ ചേച്ചിയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. അതുപോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് തലവേദന മൂലം തലയിലെ ഞരമ്പ് പൊട്ടി തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് തുടർന്ന് തല ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പ്രത്യാഘാതവും ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അതിൻ്റെ പീഡകളും വേദനകളും പൂർണ്ണമായും അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. എൻ്റെ ചേച്ചിയുടെ കുടുംബത്തെ അത്ഭുതകരമായി കർത്താവ് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കൾ നോക്കുക, എത്രയോ വർഷങ്ങളായി കണ്ണുനീരിൽ കിടന്ന കുടുംബമാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞ് എൻ്റെ യേശുവെ ചേച്ചിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു പറഞ്ഞ് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിനുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. ഇപ്പോൾ 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ഇത് അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുത ശക്തി, തിന്മകളുടെ കെട്ടുകൾ അഴിയുന്ന അത്ഭുത ശക്തി, പൈശാചിക പീഡകൾ ഓടി മറയുന്ന അത്ഭുത ശക്തി, സാത്താൻ കൂട്ടങ്ങൾ വിറയലോടെ പരക്കം പായുന്ന അത്ഭുത വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് പാരമ്പര്യ രോഗങ്ങൾ, തീരാവ്യാധികൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ, തീരാ ദുഃഖങ്ങൾ, പകർച്ചവ്യാധികൾ, കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഉപദ്രവങ്ങൾ, തിന്മയുടെ ശല്യങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ മക്കൾ നിലവിളിച്ച് സമർപ്പിക്കുന്ന ഓരോ നിയോഗത്തിന് മേലും കരുണയായിരിക്കണമേ. കിടക്കകളിൽ കിടന്നുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന ഓരോരുത്തരെ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ദുഃഖത്തോടെ ഇരിക്കുന്ന വിധവകളെ ആശ്വസിപ്പിക്കണമേ കർത്താവെ. ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ. പഠിക്കുമ്പോൾ ശ്രദ്ധ കിടാത്ത കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അത്ഭുതകരമായി ബുദ്ധിശക്തി തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ആലീസ്. ഞാൻ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ തുടർച്ചയായിട്ട് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന കുടുംബമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യ വെള്ളിയാഴ്ചയുടെ തലേദിവസം രാത്രി കിടക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് വയറ്റിൽ ചെറിയൊരു വേദന അനുഭവപ്പെട്ടു. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. രാത്രി 1 മണിയായപ്പോഴത്തേക്ക് വേദന സഹിക്കത്തില്ലാതായി. ഞങ്ങൾ കാഞ്ഞിരപ്പുഴ അസംഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോൺ ആണെന്ന് സംശയമുണ്ട്, രാവിലെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ പാലിനെ പോയി സ്കാൻ ചെയ്തപ്പം 3-4 കല്ലുണ്ട്. ഒരു കല്ല് 7.5 മില്ലിയുണ്ട്, ഒന്ന് 3.5, പിന്നെ ഏതാനും ചെറിയ കല്ലുകളുമുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇത് ഓപ്പറേഷൻ ചെയ്യാണ്ട് പറ്റില്ല, അടുത്ത ബുധനാഴ്ച ഓപ്പറേഷൻ റെഡി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. പെയിൻ കില്ലറൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഞായറാഴ്ച 4 മണിയായപ്പോൾ മുതൽ വേദന കൂടാൻ തുടങ്ങി. രാത്രി 8 മണിയായപ്പോഴത്തേക്ക് സഹിക്കത്തില്ല. അപ്പം ഞാനും ഭർത്താവും കൂടി 8:30 പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഭിഷേകാഗ്നി കണ്ടു. ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ഈ വേദന മാറ്റുവാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി കിടന്നു. രാത്രി ഒരു 10 മണിയായി കഴിഞ്ഞപ്പം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോയിട്ട് വന്ന് പറഞ്ഞു, ആലീസെ ആ കല്ല് പോയി കിട്ടുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ദൈവത്തിന് സ്തുതി ചേട്ടാ, നമുക്കത് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂത്രത്തെ കല്ല് അതീവ വേദനയാൽ ഇവർ കിടന്ന് ബുദ്ധിമുട്ടിയപ്പം ഇവർ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിക്ക് ബൈബിൾ കൊടുത്തിട്ടുള്ള അവകാശമാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇവർ അവകാശം ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഇനി ഏതെങ്കിലും ഓപ്പറേഷന് പോകണം, നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ബുധനാഴ്ച വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ഓപ്പറേഷൻ റെഡിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ വേദന ഉണ്ടായില്ല, കല്ല് പോയി എന്ന് പറഞ്ഞു. ഉറപ്പാക്കുകയൊന്നും വേണ്ട, നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം കല്ലിൻ്റെ തരി പോലും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾ എന്താ ചെയ്തേന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ സയ്യോനാഥോട് പ്രാർത്ഥിച്ചോളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.